ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കുന്നത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഷോർട്ട്സ് ആയിട്ടാണ്. നമുക്കതിന് വേണ്ടത് 1/2 മീറ്റർ തുണിയാണ്. പിന്നെ ഏജ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 to 8 ഇയേഴ്സ് വരെ നമുക്ക് ഈ ഒരു അളവിൽ തയ്ക്കാം. അപ്പോൾ ഈ ഒരു തുണി ഞാൻ ഇതുപോലെ ഒന്നാക്കിയിട്ടാണ് കേട്ടോ മടക്കിയിരിക്കുന്നത്. 2 ലെയറാക്കി കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടേക്കാണ്. ഇനി ഇതിനെ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് മടക്കുക. അപ്പോൾ 2 ഇതുപോലെ മടക്കി. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 ലെയർ കിട്ടും. ഇനി ഈ നീളത്തിലുള്ള ഭാഗം നമുക്ക് ലെങ്ത്തായിട്ടും ഇപ്പോൾ ഈ എടുക്കണ വീതി അതാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു അളവ് ട്രൗസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ മടങ്ങിയ ഭാഗത്തു നിന്നല്ല, ഈ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ്. അത് നമുക്ക് ലൂസിന് വേണ്ടിയാണ്. വേസ്റ്റ് ബാൻഡ് തയ്ക്കാൻ ഇലാസ്റ്റിക് ഇട്ടല്ല തയ്ക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ഒരിക്കലും എടുക്കരുത് വേസ്റ്റ് ബാൻഡ്. ഇതുപോലെ എക്സ്ട്രാ ലൂസായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു അളവ് ട്രൗസർ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ നിന്ന് വേണം എക്സ്ട്രാ എടുക്കേണ്ടത്. മടങ്ങിയ ഭാഗം ആ ഒരു രീതിയിൽ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് മതിയാവും നമുക്കൊരു വേസ്റ്റ് ബാൻഡിന്. അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് മടക്കി ഇലാസ്റ്റിക് ഇടുന്നത്. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ടാണ്. അത് ആ ഒരു വേസ്റ്റ് റൗണ്ട് നോക്കുന്നത് എത്രയാണ് കിട്ടണേ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 23 ഇഞ്ചാണ്. അങ്ങനെ 4 കൊണ്ട് ചെയ്യുമ്പോൾ 5.25 പ്ലസ് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ലൂസ്, അങ്ങനെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെയായിട്ട് ക്രച്ചിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 8.5 ഇഞ്ചിലാണ് ക്രച്ചിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ടേപ്പ് വയ്ക്കേണ്ടത് ആ വേസ്റ്റ് ബാൻഡിന് താഴെയായിട്ട് വേണം. പ്രത്യേകം അത് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഇവിടെ എടുത്ത് ഒരു സൈഡിലേക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ക്രച്ചിൻ്റെ ഷേപ്പ് കൊടുക്കാൻ. ഓക്കെ, ഇതുപോലെ വരച്ചു. ഇനി താഴത്തെ വണ്ണമാണ്. ഇവിടെ ഞാനൊരു 7 ഇഞ്ചാണ് ഈ ഒരു ഷോർട്ട്സിൽ കാണുന്നത്. അപ്പോൾ അതന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമുക്കത് കൂട്ടണമെങ്കിൽ അതനുസരിച്ച് കൂട്ടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഷോർട്ട്സിൻ്റെ ലെങ്ത്താണ്. അതിവിടെ 16 ഇഞ്ചാണ് ഷോർട്ട്സിൻ്റെ ലെങ്ത്ത്. പ്ലസ് നമുക്ക് താഴെ മടക്കി തയ്ക്കാനുള്ള ഒരു 2 ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇടാം. ഇനി ഈ ഒരു തയ്യൽത്തുമ്പ് ഈ ക്രച്ചിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഷോർട്ട്സിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ട്രൗസർ വെച്ചിട്ട് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അത് നമുക്ക് 1.5 ഇഞ്ച് മതി. അപ്പോൾ ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമ്മൾ 1 ഇഞ്ചിലായിരിക്കും ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് വരുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഭാഗത്ത് കൂടെ, അതായത് ക്രച്ചിൻ്റെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൽ കൂടെ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ഷേപ്പിന് ഞാൻ എക്സ്ട്രാ ഇട്ടിരുന്നത് 1.5 ഇഞ്ചാണ്. ഇനി ഇവിടെ അത് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് എക്സ്ട്രാ ഒരു 4 or 3 ഇഞ്ച് എടുക്കുക. അത് വേണം നമ്മൾ ആ വീതിയായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും. ഇനി ഇതിന് രണ്ടിനും നല്ല വശം ചേർത്തിട്ട് ഈ ക്രച്ചിൻ്റെ ഭാഗമാണ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ താഴത്തുനിന്ന് ക്രച്ചിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും ജോയിൻ ചെയ്യരുത്. മുകളിലത്തെ വേസ്റ്റ് ബാൻഡിൽ നിന്ന് താഴേക്ക് ഈ ഒരു ഷേപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണീനെ ഇതുപോലെ നമ്മൾ കൊണ്ടുവരണം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കൊണ്ടുവരുമ്പോൾ അത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗമായിട്ടിരിക്കും. ഇനി ഈ സൈഡാണ് ഇനി ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളിവിടെ താഴെ മടക്കി തയ്ക്കണമല്ലോ, അതിവിടെ നോക്കാം. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് ഞാൻ ഇവിടെ വയ്ക്കണം 1.5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിരുന്നത്. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലുള്ള വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്തും പ്ലസ് താഴെയുള്ള വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്തും താഴെയുള്ള മടക്കി തയ്ക്കാനുള്ള ലെങ്ത്തും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം തുണി കട്ട് ചെയ്യാൻ. ഇനി ഇവിടെ 1.5 ഇഞ്ചിൽ ഇതുപോലെ തുണീനെ മടക്കുക. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ചിന് ഇതുപോലെ മടക്കി കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് ആ വേസ്റ്റ് ബാൻഡ് 1 ഇഞ്ചിലേക്ക് കിട്ടും. കണ്ടോ?
ഇതുപോലെ ഉള്ളിലേക്ക് ഒരു അരയിഞ്ച് മടക്കാണ്. എന്നിട്ട് അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ താഴ്ഭാഗവും മടക്കി തയ്ക്കാം. കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ രണ്ടും ഇതുപോലെ നീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 1 ഇഞ്ചിലേക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ക്രച്ചിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തും തുടങ്ങാം. ഇനി അടുത്തത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അതിൻ്റെ ഇരട്ടി വേണം വേസ്റ്റ് ബാൻഡ് എടുക്കാൻ, 1 ഇഞ്ച്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ വേസ്റ്റ് റൗണ്ട് 23 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 22 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് വേസ്റ്റ് ബാൻഡായിട്ട്. എന്നിട്ട് ഇതുപോലെ പിൻ കുത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് എടുക്കണം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു രീതി തന്നെയായിരിക്കും. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ റൗണ്ട് എടുക്കേണ്ടത് കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് 1 ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് അളവിലും എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഷോർട്ട്സ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.